ഹലോ മക്കളെ, നമ്മൾ ഇന്ന് SSCRT ചാപ്റ്റേഴ്സ് ആണ് എടുക്കുന്നത്. ഇപ്പോൾ ചാപ്റ്റേഴ്സ് ആയിട്ടല്ല എടുക്കുന്നത്, പ്രധാനപ്പെട്ട ബോക്സുകൾ അല്ലേ. നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ സാധാരണ എക്സാമുകൾ കാണുന്നുണ്ടെങ്കിലും ആനുവൽ എക്സാമുകൾക്കാണെങ്കിലും ബോക്സുകളും അതേപോലെ തന്നെ ചിത്രങ്ങളൊക്കെ നല്ല ഇമ്പോർട്ടൻസ് നൽകി പഠിക്കാൻ പറയാറുണ്ട്. അതേപോലെ തന്നെ PSC എക്സാമുകൾക്കും ഈ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. അപ്പം നമ്മൾ ഈ ബോക്സുകൾ പറയുന്നതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അത് കൂടാതെ ഇത്തവണ തൊട്ടുള്ള ക്ലാസ്സിനൊരു പ്രത്യേകതയുണ്ട്. കാരണം നമ്മുടെ PSC ബുള്ളറ്റിൻ ഇറക്കിയിരിക്കുന്ന 65-ാം വാർഷിക വിശേഷാൽ പതിപ്പ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൽ ഒരുപാട് എക്സ്ട്രാ ക്വസ്റ്റ്യൻസുകൾ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളൊരു പോർഷൻ എടുക്കുമ്പോൾ ഇനി മുതൽ അതിൽ നിന്നുള്ള ഭാഗങ്ങളും കൂടി, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും ക്ലാസ് പറയുന്നത്. കാരണം നമ്മുടെ ഈ ചാനൽ തന്നെ SCRT പഠിക്കാനും അതേപോലെ തന്നെ നമ്മുടെ PSC ബുള്ളറ്റിൻ അവരുടെ പ്രസിദ്ധീകരണങ്ങളും നന്നായി പഠിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. നമുക്ക് അത് രണ്ടും പഠിച്ചാൽ തന്നെ നല്ലൊരു വിജയം സുനിശ്ചിതമാണ്. അപ്പം ഇത് രണ്ടും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ് ആയിരിക്കും ഇനി വരുന്നത്. അപ്പം നമ്മൾ ഇന്ന് ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് 8ാം ക്ലാസ്സിലെ ഭൗമരഹസ്യങ്ങൾ തേടി എന്നുള്ള ചാപ്റ്ററിൽ ഒരു ബോക്സ് ആണ് എടുത്തിരിക്കുന്നത്. നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ടാകും, ഭൂമിയെ ഭൂവൽക്കം അല്ലെ, മാൻഡില്, കാമ്പ് എന്നൊക്കെ പറഞ്ഞ് തിരിച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഈ ചാപ്റ്ററിന്റെ ആദ്യത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ല, ഒരു പത്രാധിപൻ അയാളുടെ ഒരു സ്വർണ്ണ ഖനിയിലേക്ക് പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ആദ്യം തന്നെ ഷെയർ ചെയ്തിരിക്കുന്നത്. അതിൽ ആ ഖനിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, പേനങ് ഖനി എന്നാണ്. അപ്പൊ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, പേനങ് ഖനി എവിടെയാണെന്ന്. പേനങ് ഖനി എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയിലാണെന്ന് പഠിച്ചിരിക്കുക. കാരണം ആ ഖനിയെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഏത് ഖനിയാണ്? പേനങ് ഖനി ദക്ഷിണാഫ്രിക്കയിലെ വെസ്റ്റോണാറിയ എന്ന സ്ഥലത്തിനടുത്താണ്. അപ്പൊ ദക്ഷിണാഫ്രിക്കയിലെ വെസ്റ്റോണാറിയ എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്താണ് പേനങ് എന്നുള്ളത്. പേനങ് എന്ത് ഖനിയാണ്? സ്വർണ്ണ ഖനിയാണ്. പേനങ് എന്ത് ഖനിയാണ്? സ്വർണ്ണ ഖനിയാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയും ആ ബോക്സിൽ നൽകിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു ഓക്സി ബോക്സ് എന്നുള്ള ഉപകരണത്തെക്കുറിച്ച്, അതായത് ഭൂമിയുടെ ഉള്ളിൽ നിന്നും വമിക്കുന്ന വിഷവാതകങ്ങളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി ഖനികളിൽ പോകുന്നവർ ധരിക്കുന്ന ഉപകരണമാണ്, ജീവൻ രക്ഷാ ഉപകരണമാണ് ഓക്സി ബോക്സ് എന്നുള്ളത്. അപ്പൊ അതായത് ഈ ഖനികളുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ വിഷവാതകങ്ങൾ ഉണ്ടാവും, അത് ശ്വസിച്ചിട്ട് അപകടം സംഭവിക്കാതിരിക്കാൻ ധരിക്കുന്നത് എന്താണ്? ഓക്സി ബോക്സ്. അപ്പൊ ഓക്സിജൻ ഉള്ള ഒരു ബോക്സ് അല്ലെ, ഓക്സിജൻ കൊണ്ടുപോകുന്ന ബോക്സ് എന്ന് ഓർത്താൽ മതി. ഓക്സി ബോക്സ് എന്നാണ് ആ ഉപകരണത്തിന്റെ പേരെന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് അവിടെ ഭൂമിയുടെ ഒരു സ്ട്രക്ചർ ജസ്റ്റ് തന്നിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നു ഭൂമിയെ എന്തൊക്കെയാണ്? ഭൂവൽക്കം അല്ലെ, ഏറ്റവും പുറത്ത് നമ്മൾ കാണുന്നത് ഭൂവൽക്കമാണ്. ഭൂവൽക്കം തന്നെ നമുക്ക് രണ്ടായി പറയാൻ സാധിക്കും. എന്താണ്? സമുദ്ര ഭൂവൽക്കം എന്നും വൻകര ഭൂവൽക്കം എന്നും. സമുദ്ര ഭൂവൽക്കം എന്നും വൻകര ഭൂവൽക്കം എന്നും തിരിക്കാൻ പറ്റും. പിന്നെ അതിനുള്ളിൽ എന്താണ്? മാൻഡിലാണ് അല്ലെ. മാൻഡിൽ തന്നെ ഇതേപോലെ തന്നെ ഉപരി മാൻഡിലും അധോ മാൻഡിലും ഉണ്ട്. ഇനി മാൻഡിന്റെ ഉള്ളിൽ കാമ്പുണ്ട്. കാമ്പിനെ നമുക്ക് പുറക്കാമ്പെന്നും അകക്കാമ്പെന്നും തിരിക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിനാണ് ആദ്യം നമ്മൾ 3 ആയിട്ടേ പറഞ്ഞിട്ടുള്ളൂ: ഭൂവൽക്കം, മാൻഡില്, കാമ്പ്. ഭൂവൽക്കം, മാൻഡില്, കാമ്പ്. ഭൂവൽക്കത്തെ 2ആയി തിരിച്ചിരിക്കുന്നു. എന്താണ്? വൻകര ഭൂവൽക്കം എന്നും സമുദ്ര ഭൂവൽക്കം എന്നും. അതിനുശേഷം മാൻഡിലിനെയും 2ആയി തിരിച്ചിരിക്കുന്നു: ഉപരി മാൻഡിൽ എന്നും അധോ മാൻഡിൽ എന്നും. പിന്നെ വരുന്നത് കാമ്പ്. കാമ്പിനെയും 2ആയി തിരിച്ചിരിക്കുന്നു: പുറക്കാമ്പെന്നും അകക്കാമ്പെന്നും. കിട്ടിയോ? അപ്പൊ നമ്മളൊക്കെ എവിടെയാണ് താമസിക്കുന്നത്? നമ്മളൊക്കെ ഭൂവൽക്കത്തിലാണ് അല്ലെ. ഭൂമിയുടെ ഏറ്റവും പുറത്ത് ഭൂവൽക്കത്തിലാണ്. ഈ ഭൂവൽക്കത്തിന് എന്ന് പറയുന്നത് വെറും 40 കിലോമീറ്റർ മാത്രമേ തിക്നെസ് ഉള്ളൂ. എത്ര കിലോമീറ്റർ മാത്രമേ തിക്നെസ് ഉള്ളൂ? 40 കിലോമീറ്റർ. അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇതിൽ തന്നെ, അതായത് നമ്മുടെ ഭൂമിക്ക് പുറത്തുള്ള ചൊവ്വയിലേക്ക് അല്ലെ, ചൊവ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 225 ദശലക്ഷം കിലോമീറ്റർ അകലെയാണ്. ഭൂമിയിൽ നിന്നും ഏകദേശം 225 ദശലക്ഷം കിലോമീറ്റർ അകലെയാണ് ചൊവ്വ എന്ന് പറയുന്നത്. നമ്മൾ ചൊവ്വയിലേക്ക് മനുഷ്യന്മാർ ഉപകരണങ്ങൾ അയച്ചു കഴിഞ്ഞു അല്ലെ. പലതരത്തിലുള്ള ഉപകരണങ്ങളൊക്കെ അയച്ച് നമ്മൾ പല പരീക്ഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മൾ താമസിക്കുന്ന ഭൂമിയുടെ 12 കിലോമീറ്ററിൽ കൂടുതൽ താഴത്തേക്ക് നമുക്ക് പോകാൻ സാധിച്ചിട്ടില്ല. ഈ ഭൂവൽക്കം എന്ന് പറഞ്ഞത് 40 കിലോമീറ്റർ ആണ്. അതിൽ 12 കിലോമീറ്റർ മാത്രമേ നമുക്ക് അടിയിലേക്ക് സഞ്ചരിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്ന കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ ഭൂമിയുടെ ഉള്ളിലേക്ക് പോകും തോറും താപവും മർദ്ദവും കൂടുന്നു. ശരിയല്ലേ? ഭൂമിയുടെ ഉള്ളിലേക്ക് പോകും തോറും എന്തു കൂടുന്നു? താപവും മർദ്ദവും. താപം കൂടുന്നു എന്ന് നമുക്കറിയാലോ. അതുകൊണ്ടല്ലേ ഇതിന്റെ ഉള്ളിൽ നിന്നും ലാവയൊക്കെ പുറത്തേക്ക് വരുന്നത്, അഗ്നിപർവ്വതങ്ങൾ പൊട്ടുമ്പോൾ. കാരണം ഇതിന്റെ ഉള്ളിലേക്ക് പോകും തോറും താപം കൂടി 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 ഇത് കുറുകിയ അവസ്ഥയിലാണ് അല്ലെ. അത് കഴിഞ്ഞ് പിന്നെ ഏറ്റവും അകത്തേക്ക് പോകുമ്പോഴേ പിന്നെയും ഖരാവസ്ഥ വരുന്നുള്ളൂ. അത് കൂടിയ മർദ്ദം മൂലമാണ്. അതൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഭൂമിയുടെ ഉള്ളിലേക്ക് പോകും തോറും താപം കൂടുന്നു എന്ന് നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെ മർദ്ദം കൂടുന്നു അല്ലെ. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് അണക്കെട്ടുകൾ. അണക്കെട്ടിന്റെ അടിയിലേക്ക് പോകും തോറും മർദ്ദം കൂടില്ലേ. നമ്മൾ വെള്ളത്തിന്റെ അടിയിലേക്ക് പോകും തോറും
മർദ്ദം കൂടില്ലേ? നമുക്കറിയാലോ ടൈറ്റാൻ എന്ന് പറഞ്ഞിട്ടുള്ള മുങ്ങിക്കപ്പൽ അല്ലെ, യാത്രികരെയും കൊണ്ടുപോയ മുങ്ങിക്കപ്പൽ പൊട്ടിത്തെറിച്ച് അല്ലെ നിമിഷ നേരങ്ങൾ കൊണ്ട് ചിതറിപ്പോയി. അതെന്തുകൊണ്ടാണ്? അത്രയധികം പ്രഷർ കൊണ്ടാണ്. അപ്പൊ സമുദ്രത്തിന്റെ അടിയിലേക്ക് പോകും തോറും പ്രഷർ കൂടുന്നു, മർദ്ദം കൂടുന്നു എന്ന പോലെ തന്നെ ഭൂമിയുടെ അടിയിലേക്ക് പോകും തോറും മർദ്ദം കൂടും. കാരണം ഇത്രയധികം പോർഷൻസ് അല്ലെ, മുകളിലേക്ക് ഇങ്ങനെ ഒരുപാട് ശിലകൾ ഇങ്ങനെ മുകളിലേക്ക് കിടക്കുകയാണ്. ഇതിന്റെയൊക്കെ ഭാരം എന്താണ്? അടിയിലേക്ക് ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ മർദ്ദവും കൂടുന്നു, താപവും കൂടുന്നു. അതിൽ സംശയമൊന്നുമില്ലല്ലോ. ഇനി ഭൂമിയുടെ ഏറ്റവും കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപം എന്ന് പറയുന്നത് ഏകദേശം 5000°C ആണ് പറഞ്ഞിട്ടുണ്ട്. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപം ഏകദേശം 5000°C ആണ് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ഒരു ഇരുമ്പുരുകാൻ 1538° താപനില മതി. ഇരുമ്പുരുകണമെങ്കിൽ 1538° താപനില മതി. ഭൂമിയുടെ അകത്താണെങ്കിൽ 5000°C താപനിലയുണ്ട്. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു നോക്കി. നമ്മൾ ആദ്യം പറഞ്ഞത് ഒരു ഗനിയെ കുറിച്ചാണ്, പേനങ്ക് ഗനി. പേനങ്ക് എന്ന് പറഞ്ഞത് സ്വർണ്ണഗനിയാണ്. ദക്ഷിണാഫ്രിക്കയിലെ വെസ്റ്റോൺ ആറിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ എന്താണ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞു ഓക്സി ബോക്സ് എന്നുള്ള ഉപകരണത്തെ കുറിച്ച്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഈ ഗനിയിലൊക്കെ സഞ്ചരിക്കുന്നവര് വിഷവാതകങ്ങൾ ശ്വസിച്ച് മരണം സംഭവിക്കാതിരിക്കാൻ ധരിക്കുന്ന ജീവൻ രക്ഷാ ഉപകരണമാണ് ഓക്സി ബോക്സ് അല്ലെ. ഓക്സിജൻ കൊണ്ടുപോകുന്ന ബോക്സ് എന്ന് ഓർത്താൽ മതി എന്നും പറഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞത് ഭൂമിയെ നമ്മൾ എന്തൊക്കെയായിട്ട് ഭൂവൽക്കം എന്ന്, മാൻഡിൽ എന്ന്, കാമ്പ് എന്ന് തിരിച്ചു. ഈ ഭൂവൽക്കത്തെ തന്നെ നമ്മൾ രണ്ടായിട്ട് വൻകര ഭൂവൽക്കം എന്നും സമുദ്ര ഭൂവൽക്കം എന്നും തിരിച്ചു. മാൻഡിലിനെയും നമ്മൾ രണ്ടായിട്ട് ഉപരി മാൻഡിൽ എന്നും അധോ മാൻഡിൽ എന്നും തിരിച്ചു. കാമ്പിനെയും നമ്മൾ രണ്ടായിട്ട് പുറക്കാമ്പെന്നും അകക്കാമ്പെന്നും തിരിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ അടിയിലേക്ക് 12 കിലോമീറ്ററിൽ കൂടുതൽ സഞ്ചരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞു അല്ലെ. ഏകദേശം 225 ദശലക്ഷം കിലോമീറ്റർ അകലെയുള്ള ചൊവ്വയിലേക്ക് വരെ എത്തിച്ചേർന്നിരിക്കുന്നു. പക്ഷെ നമ്മൾ താമസിക്കുന്ന ഭൂമിയുടെ ഒരു 12 കിലോമീറ്റർ മാത്രമേ നമുക്ക് ചെന്നെത്താൻ സാധിച്ചിട്ടുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപനില എത്രയാന്ന് പറഞ്ഞു? 5000°C ആണ് പറഞ്ഞു. ഇരുമ്പുരുകാനാണെങ്കിൽ 1538° താപനില മാത്രമേ ആവശ്യമുള്ളൂ എന്നും പറഞ്ഞു. ഇനി നമ്മുടെ ഭൂമിയുടെ ഉള്ളറകളെ കുറിച്ച് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഭൂമിയുടെ ഉള്ളറകളെ കുറിച്ച് നമ്മൾ എങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കുന്നത്? അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതേപോലെ തന്നെ ഖനികളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നു. ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് മനസ്സിലാക്കുന്നു അല്ലെ. അപ്പൊ ഭൂമിയുടെ 12 കിലോമീറ്റർ മാത്രമേ നമുക്ക് പോകാൻ സാധിച്ചിട്ടുള്ളൂ. പക്ഷെ അതിനുള്ളിലുള്ള കാമ്പിനെയും അകക്കാമ്പിനെയും കുറിച്ച് വരെ നമ്മൾ പറയുന്നുണ്ടല്ലേ. അപ്പൊ ഇതൊക്കെ എങ്ങനെയാ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഒന്നാമത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ പുറത്തു വരുന്ന വസ്തുക്കളിൽ നിന്ന്, രണ്ടാമത് ഖനികളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭൂകമ്പ സമയത്ത് ഉണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനങ്ങൾ വിശകലനം ചെയ്ത്. ഇത് മൂന്ന് നമുക്ക് ഓപ്ഷനിൽ നിന്ന് കിട്ടും. അടുത്തതായിട്ട് നമുക്ക് ഭൂമിയുടെ പാളികളെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയി പഠിക്കാനുണ്ട്. ഭൂമിയുടെ പാളികൾ നമ്മൾ ഭൂവൽക്കം, മാൻഡില്, കാമ്പ് എന്നൊക്കെ പറഞ്ഞില്ലേ. ഇത് ഓരോന്നിനെയും കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് പഠിക്കുന്നതിന് മുമ്പ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ നിൽക്കുന്ന ഭാഗം അല്ലെ, നമ്മൾ നിൽക്കുന്നത് മണ്ണിലാണ് അല്ലെ നിൽക്കുന്നത്. മണ്ണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശിലകൾ പൊടിഞ്ഞാണ് മണ്ണുണ്ടാകുന്നത് അല്ലെ. ശിലകൾ, അതായത് പാറകൾ പൊടിഞ്ഞാണ് മണ്ണുണ്ടാകുന്നത്. അപ്പൊ നമ്മൾ നിൽക്കുന്ന ഭാഗവും പിന്നെ കുറച്ച് ഉള്ളിലേക്ക് കുറച്ച് ഭാഗവും ഇതുപോലെ ശിലകളായിട്ടാണ് കാണപ്പെടുന്നത്, ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. എന്നാൽ കുറെ കൂടി ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിന്റെ അവസ്ഥ എന്തായി മാറും? അർദ്ധ ദ്രാവകാവസ്ഥയിലായി മാറും അല്ലെ. അർദ്ധ ദ്രാവകാവസ്ഥയിലായി മാറും. അതുകൊണ്ടല്ലേ അഗ്നിപർവ്വതങ്ങളൊക്കെ പൊട്ടുമ്പോൾ ലാവ പുറത്തു വരുന്നത്? ലാവ എന്ന് പറയുന്നത് ഖരാവസ്ഥയിലാണോ? അല്ലല്ലോ, അർദ്ധ ദ്രാവകാവസ്ഥയിലാണ്. അപ്പൊ ഏറ്റവും പുറത്ത്, ഭൂമിയുടെ ഏറ്റവും പുറത്തുള്ള കുറച്ച് ഭാഗം ഖരാവസ്ഥയിലാണെങ്കിൽ ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ പിന്നെ അത് അർദ്ധ ദ്രാവകാവസ്ഥയിലായി മാറും. ഇനി അതിന്റെ ഏറ്റവും ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ, അതായത് അകക്കാമ്പ് എന്ന് പറഞ്ഞ സ്ഥലം, ഏറ്റവും ഉള്ളിൽ അകക്കാമ്പല്ലേ, അകക്കാമ്പിലേക്ക് എത്തിച്ചേരുമ്പോൾ എന്താവും? വീണ്ടും അത് ഖരാവസ്ഥയിലാവും. കാരണം ഈ ഉയർന്ന മർദ്ദം മൂലം ഇത്ര അധികം അല്ലെ. ഭൂമിയുടെ ആരം എന്ന് പറയുന്നത് ഏകദേശം 6371 കിലോമീറ്റർ ആണ്. 6371 കിലോമീറ്റർ ആണ് ഭൂമിയുടെ ആരം എന്ന് പറയുന്നത്. ആരം എന്നാൽ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. നമ്മളൊരു വൃത്തം എടുത്തു അല്ലെ. വൃത്തം എടുത്തിട്ട് വൃത്തത്തിന്റെ സെന്ററിൽ നിന്നും നമ്മുടെ ആ വൃത്തത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിലേക്ക് വരച്ചാൽ നമുക്ക് ആരം കിട്ടും അല്ലെ. അതേപോലെ തന്നെയാണ് ഭൂമിയും. ഭൂമി എന്ന് പറഞ്ഞാലും ഏകദേശം കൃത്യം ഭൂമിയുടെ ഷേപ്പ് എന്ന് പറയുന്നത് വൃത്തമല്ല, ജിയോയിഡ് ഷേപ്പ് ആണ് അല്ലെ. ജിയോയിഡ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? മധ്യഭാഗം അല്പം ഉന്തിയതും അല്ലെ. മധ്യഭാഗം അല്പം, അതായത് ഭൂമധ്യരേഖ പ്രദേശങ്ങൾ അല്പം ഉന്തിയതും എന്നാൽ ധ്രുവ പ്രദേശങ്ങൾ അല്പം പരന്നതുമായിട്ടുള്ള ഒരു ഷേപ്പിനെയാണ് നമ്മൾ ജിയോയിഡ് എന്ന് പറയാം.
പറയാം. ആ ജിയോഡ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? ഭൂമിയുടെ ആകൃതി എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ നമ്മൾ എന്നാലും ഏകദേശം നമ്മൾ വൃത്തം പോലെയാണ് ഭൂമി എന്ന് പറയാം. ഭൂമിയുടെ ആരം എന്ന് പറയുന്നത് 6371 കിലോമീറ്റർ ആണ്. 6371 കിലോമീറ്റർ ആണ്. അപ്പൊ ഇത്ര അധികം ഭാരം ഏറ്റവും അടിയിലേക്ക് അല്ലെ, മുകളിലേക്ക് ഇങ്ങനെ പാളികളായി കിടക്കാണ്. അപ്പൊ ഏറ്റവും അടിയിലേക്ക് എത്തുമ്പോഴേക്കും അത്ര അധികം ബലം ഉള്ളിലേക്ക് പ്രയോഗിക്കുന്നുണ്ട്. അപ്പൊ ആ മർദ്ദത്തിന്റെ ഫലമായിട്ട് ഏറ്റവും ഉള്ളിൽ വരുന്ന ഭാഗം, അതായത് അകക്കാമ്പ് എന്ന് പറയുന്നത് ഏത് അവസ്ഥയിലാണ്? ഖരാവസ്ഥയിൽ തന്നെയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഏറ്റവും പുറത്ത് നമ്മൾ നിൽക്കുന്ന ആ ഭൂവൽക്കം ഉണ്ടല്ലോ, ഭൂവൽക്കം തൊട്ട് കുറച്ച് ഉള്ളിലേക്ക് എന്താണ്? ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അർദ്ധദ്രാവകാവസ്ഥയിലാണ് കാണുന്നത്. പിന്നെ ഏറ്റവും ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ വീണ്ടും ഖരാവസ്ഥയിൽ തന്നെയാണ് കാണപ്പെടുന്നത്. അപ്പൊ നമ്മളിൽ നിൽക്കുന്ന ഈ ഖരാവസ്ഥയിലുള്ള ഈ ഭാഗമുണ്ടല്ലോ, അത് ശിലകൾ കൊണ്ടാണ് അല്ലെ, പാറകൾ കൊണ്ടാണ്. അതുകൊണ്ട് അതിനെ ശിലാമണ്ഡലം എന്ന് പറയും. എന്തെന്ന് പറയും? ശിലാമണ്ഡലം എന്ന് പറയും. ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ എന്ന് പറയും. ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ എന്ന് പറയും. ഇനി ശിലാമണ്ഡലം കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് വരുന്ന ഈ അർദ്ധദ്രാവകാവസ്ഥയിലുള്ള ഭാഗമുണ്ടല്ലോ, അതിനെ പറയുന്നത് അസ്തനോസ്ഫിയർ എന്നാണ്. അസ്തനോസ്ഫിയർ. അപ്പൊ അസ്തനോസ്ഫിയർ എന്ന് കേൾക്കുമ്പോൾ തന്നെ അകത്തുള്ളത് അസ്തനോസ്ഫിയർ എന്ന് പഠിക്കാം. കാരണം ഈ ലിത്തോസ്ഫിയറും അസ്തനോസ്ഫിയറും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ലിത്തോസ്ഫിയർ എന്താണ്? ഏറ്റവും പുറത്തുള്ള ഭാഗമാണ്, നമ്മുടെ ഭൂവൽക്കവും പിന്നെ അത് കഴിഞ്ഞ് വരുന്ന ഈ മാൻഡിലിന്റെ കുറച്ച് പുറം ഭാഗം, അതായത് ഉപരി മാൻഡിലും കൂടി ചേർന്നിട്ടാണ് ഈ ലിത്തോസ്ഫിയർ രൂപം കൊണ്ടിരിക്കുന്നത്, ഖരാവസ്ഥയിലുള്ള ഭാഗം. എന്നാൽ നമ്മുടെ അധോമാൻഡിൽ എന്ന് വെച്ചാൽ ഉപരിമാൻഡിൽ കഴിഞ്ഞു വരുന്ന അധോമാൻഡിലും അർദ്ധദ്രാവകാവസ്ഥയിലാണ്. അതുപോലെ തന്നെ കാമ്പിന്റെ പുറക്കാമ്പും അർദ്ധദ്രാവകാവസ്ഥയിലാണ്. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് അസ്തനോസ്ഫിയർ രൂപം കൊണ്ടിരിക്കുന്നത്. അപ്പൊ അസ്തനോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്താണെന്നും അതേപോലെ തന്നെ അർദ്ധദ്രാവകാവസ്ഥയിലാണെന്നും ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക. ഈ ലിത്തോസ്ഫിയറും അസ്തനോസ്ഫിയറും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവും. എപ്പോഴും PSC ചോദിക്കാറുള്ളതാണ്. അപ്പൊ ഈ അസ്തനോസ്ഫിയർ എന്ന് പറയുമ്പോൾ അത് പുറത്തുള്ള ഭാഗമാണോ അകത്തുള്ള ഭാഗമാണോ എന്ന് പലപ്പോഴും കൺഫ്യൂഷൻ വരും. ലിത്തോസ്ഫിയർ ആണോ ആദ്യം അസ്തനോസ്ഫിയർ ആണോ ആദ്യം എന്ന് സംശയം വരാതിരിക്കാനാണ് അസ്തനോസ്ഫിയർ അകത്തുള്ളത് അസ്തനോസ്ഫിയർ അർദ്ധദ്രാവകാവസ്ഥയിലുള്ളത് അസ്തനോസ്ഫിയർ അർദ്ധദ്രാവകാവസ്ഥയിലുള്ളതെന്ന് ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക. ഇനി നമുക്ക് ആദ്യം തന്നെ ഭൂവൽക്കം എടുക്കാം. ഭൂവൽക്കം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ വൻകര ഭൂവൽക്കം എന്നും അതേപോലെ സമുദ്ര ഭൂവൽക്കം എന്നും തിരിക്കുന്നു പറഞ്ഞു. വൻകര ഭൂവൽക്കം എന്നും സമുദ്ര ഭൂവൽക്കം എന്നും. നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതെന്ന്. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? അലുമിനിയം ആണ്. നിങ്ങളിത് പഠിച്ചു വെച്ചോ, കാരണം കെമിസ്ട്രിയിലായാലും ചോദിക്കും. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലുമിനിയം ആണ്. എന്നാൽ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിജൻ ആണ്. അപ്പോൾ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. ഏകദേശം 48% ഭൂവൽക്കത്തിന്റെ 48% ഓക്സിജൻ ഉണ്ട് മൂലകങ്ങളിൽ. അതേപോലെ തന്നെ രണ്ടാമതായി വരുന്നത് സിലിക്കൺ ആണ്. സിലിക്കൺ എന്ന് പറഞ്ഞാൽ നമുക്ക് മെറ്റലിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. അതിനെ മെറ്റലോയിഡ് അല്ലെങ്കിൽ ഉപലോഹം എന്നേ പറയാൻ സാധിക്കുള്ളൂ. ലോഹം എന്ന് പറയാൻ സാധിക്കില്ല, ഉപലോഹം എന്നേ പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓക്സിജൻ ആണ്. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിലിക്കൺ ആണ്. ഇനി പറഞ്ഞു നമ്മൾ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അലുമിനിയം ആണെന്നും പറഞ്ഞല്ലേ. നമുക്ക് മനസ്സിലാവും ഓക്സിജൻ കൂടുതലുണ്ട്, അലുമിനിയം കൂടുതലുണ്ട്, സിലിക്കൺ കൂടുതലുണ്ടെന്ന്. ഈ അലുമിനിയം നമ്മുടെ ഓക്സിജനുമായി ചേർന്നിട്ട് അലുമിനിയം ഓക്സൈഡ് രൂപം കൊള്ളും അല്ലെ. ഈ അലുമിനിയം ഓക്സൈഡിനെയാണ് നമ്മൾ അലുമിന എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സിലിക്കൺ ഓക്സിജനുമായി ചേർന്നിട്ട് സിലിക്കൺ ഡൈ ഓക്സൈഡ് രൂപം കൊള്ളും. അതിനെ നമ്മൾ സിലിക്ക എന്നും പറയും. അപ്പൊ ഈ രണ്ടും, അതായത് ഈ അലുമിനയും അതുപോലെ തന്നെ സിലിക്കയുമാണ് നമ്മുടെ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ ഈ അലുമിനയും സിലിക്കണും കൂടി ചേർന്നിട്ടാണ് വൻകര ഭൂവൽക്കം ഉണ്ടായിരിക്കുന്നത്. അലുമിനയും സിലിക്കയും കൂടി ചേർന്നിട്ടാണ് വൻകര ഭൂവൽക്കം ഉണ്ടായിരിക്കുന്നത്. അതിന് നമ്മൾ വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്ന് പറയും. അപ്പൊ നമ്മൾ ഇത് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട്, സിയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിനെ സിയാൽ എന്ന് പറയും അല്ലെ. അത് കരയിലാണല്ലോ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് സിയാലാണ് വൻകര, കരഭാഗം സിയാലാണെന്ന് ഓർത്തു വെക്കാം. അത് പണ്ട് മുതൽ പഠിക്കുന്ന ഒരു കോഡാണ്. അപ്പൊ വൻകര ഭൂവൽക്കം എന്ന് പറഞ്ഞാൽ സിയാൽ എന്ന് ഓർക്കുക. സിലിക്കയും അലുമിനിയവും ചേർന്നിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ സിയാൽ എന്ന് പറയുന്നു.
ഇനി അതേപോലെ തന്നെ സമുദ്ര ഭൂവൽക്കം എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ സിലിക്കണും മഗ്നീഷ്യവും ചേർന്നിട്ടാണ് രൂപം കൊണ്ടിരിക്കുന്നത്. സിലിക്കയും മഗ്നീഷ്യവും കൂടി ചേർന്നിട്ടാണ് സമുദ്ര ഭൂവൽക്കം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ സിമ എന്ന് പറയും. സിമ, സായും മായും വരുന്നു അല്ലെ. സമുദ്രം എന്ന് പറയുമ്പോഴും സായും മായും വരുന്നു അല്ലെ. സമുദ്രം എന്ന് പറയുമ്പോഴും സായും മായുണ്ട്, സിമ എന്ന് പറയുമ്പോഴും സായും മായുണ്ട്. അപ്പൊ അത് ഓർക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. എന്താണ് നമ്മുടെ സമുദ്ര ഭൂവൽക്കം എന്ന് പറഞ്ഞത് സിലിക്കയും മഗ്നീഷ്യവും കൂടി ചേർന്നിട്ടാണ് രൂപം കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ സിമ എന്ന് പറയുന്നു. കിട്ടിയില്ലേ? ഇനി നമ്മുടെ SCERT ടെക്സ്റ്റിൽ പറയാത്തൊരു കാര്യം, 2-3 കാര്യങ്ങൾ കൂടി ഉണ്ട്. അതായത് നമ്മുടെ ഈ വൻകര ഭൂവൽക്കത്തെയും സമുദ്ര ഭൂവൽക്കത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗത്തെ നമ്മൾ കോൺട്രാഡ് വിഛിന്നത എന്ന് പറയും. എന്താ പറയാ? കോൺട്രാഡ് വിഛിന്നത. നമ്മുടെ SCERTയിൽ ഈ വിഛിന്നതയെ കുറിച്ച് പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മുടെ ഇപ്പൊ ചോദിക്കുന്ന എല്ലാ എക്സാമുകൾക്കും ഈ വിഛിന്നതയെ കുറിച്ച് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് പഠിച്ചു വെക്കണം. വൻകര ഭൂവൽക്കത്തെയും സമുദ്ര ഭൂവൽക്കത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗമാണ് കോൺട്രാഡ് വിഛിന്നത എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ഈ സമുദ്ര ഭൂവൽക്കം എന്ന് പറയുന്നത് ബസാൾട്ട് ശിലകൾ കൊണ്ടും, വൻകര ഭൂവൽക്കം എന്ന് പറയുന്നത് ഗ്രാനൈറ്റ് ശിലകൾ കൊണ്ടുമാണെന്ന് നിർമ്മിച്ചിരിക്കുന്നത്. അതും നിങ്ങൾ ഓർത്തു വെക്കുക. നമ്മുടെ സാൾട്ട് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സമുദ്രത്തിലല്ലേ ഉണ്ടാകുന്നത്. സാൾട്ട് നമ്മൾ സമുദ്രജലം കുറുക്കിയിട്ടാണ് അല്ലെ ഉപ്പ് നിർമ്മിക്കുന്നത്. അപ്പൊ ബസാൾട്ട്, അതിൽ നിന്നും ബസാൾട്ട് ശില എന്ന് പറയുന്നത് സമുദ്ര ഭൂവൽക്കത്തിലാണ്. ഗ്രാനൈറ്റ് ശിലകൾ എവിടെയാണ്? നമ്മുടെ വൻകര ഭൂവൽക്കത്തിലാണെന്നും ഓർത്തു വെക്കുക. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ സാന്ദ്രതയെ കുറിച്ച് പറയുന്നുണ്ട്. വൻകര ഭൂവൽക്കത്തെക്കാളും സാന്ദ്രത കൂടുതലാണ് സമുദ്ര ഭൂവൽക്കത്തിന്. വൻകര ഭൂവൽക്കത്തെക്കാളും സാന്ദ്രത കൂടുതലാണ് സമുദ്ര ഭൂവൽക്കത്തിന്. വൻകര ഭൂവൽക്കത്തിന്റെ സാന്ദ്രത എന്ന് പറയുന്നത് 2.7 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ്. 2.7 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണെങ്കിൽ നമ്മുടെ സമുദ്ര ഭൂവൽക്കത്തിന്റെ സാന്ദ്രത എന്ന് പറയുന്നത് 3 ഗ്രാം സെന്റിമീറ്റർ പെർ ക്യൂബ് ആണ്. ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ 3 കാര്യങ്ങളാണ് നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യം പറഞ്ഞത്. ഒന്നാമത്തെ എന്താണ്? വൻകര ഭൂവൽക്കത്തെയും സമുദ്ര ഭൂവൽക്കത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗത്തെ നമ്മൾ കോൺട്രാഡ് വിഛിന്നത എന്ന് പറയുന്നു. കോൺട്രാഡ്, കോൺട്രാ എന്നൊക്കെ പറയില്ലേ, കോൺട്രാ എന്നൊക്കെ പറയുന്ന പോലെ കോൺട്രാഡ് വിഛിന്നത എന്ന് പറയുന്നു. എന്താണ്? കോൺട്രാഡ് വിഛിന്നത എന്ന് പറയുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഈ സമുദ്ര ഭൂവൽക്കം ബസാൾട്ട് ശിലകൾ കൊണ്ടാണ്. സാൾട്ട് ഉണ്ടല്ലോ, സാൾട്ട് സമുദ്രത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിൽ നിന്നും സമുദ്ര ഭൂവൽക്കം ബസാൾട്ട് ശിലകൾ കൊണ്ടും, ഇനി നമ്മുടെ വൻകര ഭൂവൽക്കം ഗ്രാനൈറ്റ് ശിലകൾ കൊണ്ടുമാണെന്ന് ഓർത്തു വെക്കുക. സാന്ദ്രത എന്ന് പറയുന്നത് നമ്മുടെ സമുദ്ര ഭൂവൽക്കത്തിനാണ് കൂടുതൽ. 3 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ് സമുദ്ര ഭൂവൽക്കത്തിന്റെ സാന്ദ്രത. എന്നാൽ വൻകര ഭൂവൽക്കത്തിന്റെ സാന്ദ്രത എന്ന് പറയുന്നത് 2.7 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ്. ഇത് 3 പഠിച്ചോ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഭൂവൽക്കത്തെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് പറയുന്നത്, പിന്നെ പറഞ്ഞല്ലോ ഭൂവൽക്കം എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ ആണ്? 40 കിലോമീറ്റർ ആണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും 40 കിലോമീറ്റർ വരെയുള്ള ഭാഗമാണ് നമ്മുടെ ഭൂവൽക്കം എന്ന് പറയുന്നത്. ഇനി ഭൂവൽക്കം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മാൻഡിൽ ആണ് അല്ലെ. മാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ 40 കിലോമീറ്റർ മുതൽ 2900 കിലോമീറ്റർ വരെ എന്താണ്? മാൻഡിലാണ്. 40 കിലോമീറ്റർ മുതൽ 2900 കിലോമീറ്റർ വരെ മാൻഡിലാണ്. ഈ 2900 നമ്മൾ മറ്റൊരു സ്ഥലത്ത് പഠിച്ചിട്ടുണ്ട്. എവിടെയെന്നറിയോ? ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളം എന്ന് പറയുന്നതും 2900 തന്നെ. അപ്പൊ അത്രയ്ക്കും വരും നമ്മുടെ എവിടം വരെ? ഭൂവൽക്കത്തിൽ നിന്നും പിന്നെ അങ്ങോട്ട് എവിടം വരെ? മാൻഡിൽ വരെ. അപ്പൊ ഭൂവൽക്കത്തിൽ നിന്ന് 40 മുതൽ 2900 കിലോമീറ്റർ വരെയാണ് ഈ മാൻഡിൽ നിൽക്കുന്നത്, വ്യാപിച്ചു കിടക്കുന്നത്. ഈ മാൻഡിലിനെ തന്നെ നമ്മൾ ഉപരി മാൻഡിൽ എന്നും അധോ മാൻഡിൽ എന്നും തിരിച്ചിരിക്കുന്നു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, നമ്മുടെ സമുദ്ര ഭൂവൽക്കത്തെയും വൻകര ഭൂവൽക്കത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിനെ നമ്മൾ കോൺട്രാഡ് വിഛിന്നത എന്ന് പറഞ്ഞു അല്ലെ. ഇനി അതേപോലെ തന്നെ നമ്മുടെ ഈ ഭൂവൽക്കത്തെയും മാൻഡിലിനെയും, അതായത് ഭൂവൽക്കത്തിനെയും ഉപരി മാൻഡിൽ, മുകളിൽ വരുന്നത് ഉപരി മാൻഡിലാണല്ലോ, അതിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗത്തെ നമ്മൾ മൊഹറോവിസ് വിഛിന്നത എന്ന് പറയും. എന്താണ്? നമ്മളുടെ ഭൂവൽക്കത്തെയും ഉപരി മാൻഡിലിനെയും ചോദിച്ചാലും അങ്ങനെ തന്നെ എഴുതണം. അതേപോലെ തന്നെ ഭൂവൽക്കത്തെയും മാൻഡിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും മാൻഡിലിനെയും വേർതിരിക്കുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏതാണ്? മൊഹറോവിസ് വിഛിന്നതയാണ്.
ഇനി ഈ മാൻഡിലിനെ തന്നെ നമ്മൾ ഉപരി മാൻഡിൽ എന്നും അധോ മാൻഡിൽ എന്നും തിരിക്കുന്നു പറഞ്ഞു അല്ലെ. ഈ ഉപരി മാൻഡിൽ എന്ന് പറയുന്നതും എന്തവസ്ഥയിൽ തന്നെയാണ്? ഖരാവസ്ഥയിൽ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഭൂവൽക്കത്തെയും ഈ ഉപരി മാൻഡിലിനെയും കൂടി ചേർത്ത് നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. എന്നാൽ ഉപരി മാൻഡിൽ കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന അധോ മാൻഡിൽ എന്ന് പറയുന്നത് അർദ്ധദ്രാവകാവസ്ഥയിലാണ്. അധോ മാൻഡിൽ എന്ന് പറയുന്നത് അർദ്ധദ്രാവകാവസ്ഥയിലാണ്. അപ്പൊ നമ്മൾ അതുകൊണ്ട് തന്നെ ഈ ഉപരി മാൻഡിലും അധോ മാൻഡിലും തമ്മിൽ ഒരു വേർതിരിവുണ്ട്. ആ വേർതിരിവിനെ നമ്മൾ പറയുന്നത് റിപ്പറ്റീവ് വിച്ഛിന്നത എന്ന് പറയുന്നത്. അപ്പൊ 3 വിച്ഛിന്നതകൾ നമ്മൾ പറഞ്ഞു. ഏറ്റവും ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഏതാണ്? കോൺട്രാഡ് വിച്ഛിന്നത. സീൻ കോൺട്രാ അല്ലെ, കോൺട്രാഡ് വിച്ഛിന്നത എന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അതെന്താണ്? വൻകര ഭൂവൽക്കത്തെയും സമുദ്ര ഭൂവൽക്കത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗമാണ് കോൺട്രാഡ് വിച്ഛിന്നത എന്ന് പറഞ്ഞത്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഈ ഭൂവൽക്കത്തെയും ഈ ഉപരി മാൻഡിലിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗത്തെ നമ്മൾ മൊഹറോവിസ് വിച്ഛിന്നത എന്ന് പറയുന്നു അല്ലെ. അതേപോലെ തന്നെ ഉപരി മാൻഡിലിനെയും അധോ മാൻഡിലിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗത്തെ നമ്മൾ റിപ്പറ്റീവ് വിച്ഛിന്നത എന്ന് പറയുന്നു, റിപ്പറ്റീവ് വിച്ഛിന്നത എന്നും പറയുന്നു. ഉപരി മാൻഡില് ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അതേപോലെ തന്നെ ഉപരി മാൻഡില് സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട് തന്നെയാണ് ഉപരി മാൻഡിലും നിർമ്മിച്ചിരിക്കുന്നത്. അധോ മാൻഡിലാണ് അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്നത്. ഈ അധോ മാൻഡിലും പിന്നെ അതേപോലെ തന്നെ പുറക്കാമ്പും കൂടി ചേർന്നിട്ടാണ് നമ്മൾ എന്തെന്ന് പറയാ? അസ്തനോസ്ഫിയർ എന്ന് പറയാം. അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗത്തെ നമ്മൾ അസ്തനോസ്ഫിയർ എന്ന് പറയും അല്ലെ. അസ്തനോസ്ഫിയർ എന്ന് പറയും. അത് അർദ്ധദ്രാവകാവസ്ഥയിലാണ്. നമ്മുടെ ലാവയുടെ ഉത്ഭവം അല്ലെ, ലാവ എവിടെ, പ്രഭവ സ്ഥാനം, ലാവ എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അസ്തനോസ്ഫിയറിൽ നിന്നാണ് അല്ലെ. അസ്തനോസ്ഫിയർ അത് ചോദിച്ചിട്ടുള്ളതാണ്. അസ്തനോസ്ഫിയറിൽ നിന്നാണ് ഈ ലാവ പുറത്തു വരുന്നത്. ഈ അസ്തനോ എന്ന വാക്കിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുർബലമായത് എന്നാണ് അർത്ഥം. അസ്തനോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ദുർബലമായത് എന്നാണ് അർത്ഥം. അപ്പൊ നമ്മള് മാൻഡിൽ തന്നെ ഉപരി മാൻഡിലും കഴിഞ്ഞു, അധോ മാൻഡിലും കഴിഞ്ഞു. ഇനി അടുത്തത് കാമ്പ് എന്ന് പറയുമ്പോഴും പുറക്കാമ്പെന്നും അകക്കാമ്പെന്നും തിരിച്ചിരിക്കുന്നു അല്ലെ. ഇപ്പൊ നമ്മൾ മാൻഡിൽ എവിടം വരെയുണ്ട്? 2900 കിലോമീറ്റർ വരെ അല്ലേ. ഈ 2900 കിലോമീറ്റർ മുതൽ 6371, നമ്മ ഭൂമിയുടെ ആരം എന്ന് പറഞ്ഞത് 6371 കിലോമീറ്റർ അല്ലേ. ആ 6371 കിലോമീറ്റർ വരെയാണ് കാമ്പ് വ്യാപിച്ചു കിടക്കുന്നത്. 2900 കിലോമീറ്റർ മുതൽ 6371 കിലോമീറ്റർ വരെയാണ് കാമ്പ് വ്യാപിച്ചു കിടക്കുന്നത്. ഈ കാമ്പിനെ തന്നെ നമ്മൾ പുറക്കാമ്പെന്നും അകക്കാമ്പെന്നും നമ്മൾ തിരിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അധോ മാൻഡിലിനെയും ഉപരി മാൻഡിലിനെയും തമ്മിൽ വേർതിരിച്ചിരിക്കുന്ന ഭാഗം എന്താണ്? റിപ്പറ്റീവ് വിച്ഛിന്നത എന്ന് പറഞ്ഞില്ലേ. ഇനി അതേപോലെ തന്നെ മാൻഡിലിനെയും കാമ്പിനെയും തമ്മിൽ വേർതിരിച്ചിരുന്ന ഭാഗമാണ് ഗുട്ടൻബർഗ് വിച്ഛിന്നത. നമ്മൾ ഇതെല്ലാം ഒരുമിച്ച് പറയുമ്പോൾ നിങ്ങളെ കൺഫ്യൂഷൻ മാറും. ഇപ്പൊ പേടിക്കേണ്ട. മാൻഡിലിനെയും കാമ്പിനെയും തമ്മിൽ വേർതിരിച്ചിരിക്കുന്ന ഭാഗം എന്താണ്? ഗുട്ടൻബർഗ് വിച്ഛിന്നത എന്നാണ് പറയുന്നത്. ഇനി അത് കഴിഞ്ഞ് പുറക്കാമ്പ് വന്നു. പുറക്കാമ്പ് എന്ന് പറയുന്നതും അർദ്ധദ്രാവകാവസ്ഥയിലാണ്. അത് കഴിഞ്ഞ് അകക്കാമ്പ് വന്നു. അകക്കാമ്പ് എന്ന് പറയുമ്പോൾ ഖരാവസ്ഥയിലാണ് അല്ലെ. നമ്മുടെ ഉയർന്ന മർദ്ദം മൂലം ഈ അകക്കാമ്പ് എന്ന് പറയുന്നത് ദ്രാവകാവസ്ഥയിലല്ല കാണുന്നത്, അത് ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. എന്താവസ്ഥയിലാണ്? ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അകക്കാമ്പ് എന്ന് പറയുന്നത് നിക്കലും ഫെറോം നമ്മൾ മുമ്പൊക്കെ സിലിക്കൺ ആയിരുന്നു അല്ലെ, സിലിക്കയായിരുന്നു. പക്ഷെ നമ്മുടെ അകക്കാമ്പ് എത്തുമ്പോൾ അവിടെ നിക്കലും ഫെറം എന്ന് പറഞ്ഞ എന്താണ്? ഇരുമ്പാണ് അല്ലെ. നിക്കലും ഫെറവും ചേർന്നിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അകക്കാമ്പിനെ നിഫെ എന്ന് പറയും. ഇനി അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഭൂമിയുടെ ഉള്ളിലുള്ള താപനില അല്ലെ, ഭൂമിയുടെ മധ്യഭാഗത്തുള്ള താപനില എന്ന് പറയുന്നത് ഏകദേശം 5000 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറഞ്ഞില്ല. അപ്പൊ ഈ അകക്കാമ്പ് എത്തുമ്പോൾ എത്ര ഡിഗ്രി സെൽഷ്യസ് ആവും താപനില? 5000 ഡിഗ്രി സെൽഷ്യസ് ആവും താപനില. ഈ പുറക്കാമ്പിനെയും അകക്കാമ്പിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗമാണ് ലേമാൻ വിച്ഛിന്നത എന്ന് പറയുന്നത്. ലേമാൻ. കുറെ വിച്ഛിന്നതകൾ പഠിച്ചു, എല്ലാം കൂടി കൺഫ്യൂഷൻ ആയോ? ഈ വിച്ഛിന്നതകളെല്ലാം കൂടി കേട്ടിട്ട് നിങ്ങൾക്ക് ആകെ കൂടി കൺഫ്യൂഷൻ ആയോ? പേടിക്കേണ്ട, നമ്മൾ ഇപ്പൊ പഠിക്കും അത്. കോൺ എവിടെ മിസ്റ്റർ ഗുട്ടൻബർഗ്? കോൺ എവിടെ മിസ്റ്റർ ഗുട്ടൻബർഗ് എന്ന് ചോദിക്കുന്നത്. കോൺ എവിടെ? നമ്മുടെ ഈ ഭൂമിയുടെ ഷേപ്പ് നിങ്ങൾ വരച്ചിരിക്കുന്നുണ്ടോ? ഏകദേശം ഒരു കോണിന്റെ ഷേപ്പ് ആണല്ലേ. കോൺ എവിടെ മിസ്റ്റർ ഗുട്ടൻബർഗ്? അപ്പൊ കോൺ എന്നതിലും ഫസ്റ്റ് തന്നെ കോൺട്രാഡ് വിച്ഛിന്നതയാണ് വരുന്നത്. കോൺട്രാഡ് വിച്ഛിന്നത. ഈ കോൺട്രാഡ് വിച്ഛിന്നത എന്ന് പറയുന്നത് എന്തിനാണ്? നമ്മുടെ സമുദ്ര ഭൂവൽക്കത്തെയും വൻകര ഭൂവൽക്കത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗമാണ് കോൺട്രാഡ് വിച്ഛിന്നത എന്ന് പറയുന്നത്. ഇനി അടുത്തത് മിസ്റ്റർ ഗുട്ടൻബർഗ് അല്ലെ. മിസ്റ്റർ എന്നതിന്റെ എം എടുത്തു കഴിഞ്ഞാൽ മൊഹറോവിസ് വിച്ഛിന്നത എന്ന് പറയുന്നത് ഭൂവൽക്കം കഴിഞ്ഞു തൊട്ടടുത്ത് മാൻഡിലാണ് വരുന്നത്. അപ്പൊ ഭൂവൽക്കത്തെയും മാൻഡിലിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗമാണ് മൊഹറോവിസ് വിച്ഛിന്നത എന്ന് പറയുന്നത്. മൊഹറോവിസ് വിച്ഛിന്നത ഭൂവൽക്കത്തെയും നമ്മുടെ മാൻഡിലിനെയും തമ്മിൽ വേർതിരിക്കുന്നു.
ഇനി ഈ മാൻഡിലിനെ തന്നെ നമ്മൾ എന്തായി തിരിച്ചിട്ടുണ്ട്? ഉപരി മാൻഡിൽ എന്നും അധോ മാൻഡിൽ എന്നും തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഉപരി മാൻഡിലിനെയും അധോ മാൻഡിലിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചാൽ മിസ്റ്ററിലെ ആർ ഉണ്ടല്ലോ, ആർ എന്ന് പറഞ്ഞാൽ റെപ്പിറ്റീവ് വിച്ഛിന്നത. റെപ്പിറ്റീവ് വിച്ഛിന്നതയാണ് ഉപരി മാൻഡിലിനെയും അധോ മാൻഡിലിനെയും തമ്മിൽ വേർതിരിക്കുന്നത്. ഇനി മാൻഡിൽ കഴിഞ്ഞു വരുന്ന ഭാഗം എന്താണ്? കാമ്പാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ മാൻഡിലിനെയും കാമ്പിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അല്ല, ഇനി അധോ മാൻഡിലിനെയും പുറക്കാമ്പിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും എന്താണ് വരാ? ഗുട്ടൻബർഗ് വിച്ഛിന്നത. ഗുട്ടൻബർഗ് വിച്ഛിന്നത. അപ്പൊ കോൺ എവിടെ? മിസ്റ്റർ ഗുട്ടൻബർഗ് അല്ലെ. കോൺ എവിടെ? മിസ്റ്റർ ഗുട്ടൻബർഗ്. ഇനി ഏറ്റവും അവസാനം ഒരു ലേമാൻ വിച്ഛിന്നത കൂടെ ഉള്ളൂ. അതെന്താണ്? പുറക്കാമ്പിനെയും അകക്കാമ്പിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗമാണ് ലേമാൻ വിച്ഛിന്നത എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ പഠിച്ചോ? നമ്മൾ ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. ഭൂമിയുടെ പാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭൂവൽക്കം, മാൻഡില്, കാമ്പ് എന്ന് തിരിക്കുന്നു. ആദ്യം പറഞ്ഞത് ഭൂവൽക്കം. ഭൂവൽക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു അല്ലെ. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും 40 കിലോമീറ്റർ വരെയാണ് ഈ ഭൂവൽക്കം എന്ന് പറയുന്നത്. ഭൂവൽക്കത്തെ തന്നെ നമ്മൾ രണ്ടായി തിരിച്ചിരിക്കുന്നു. വൻകര ഭൂവൽക്കം എന്നും സമുദ്ര ഭൂവൽക്കം എന്നും. വൻകര ഭൂവൽക്കം എന്നും സമുദ്ര ഭൂവൽക്കം എന്നും. വൻകര എന്ന് പറയുമ്പോൾ സിലിക്കയും അലുമിനിയം കൂടി ചേർന്നിട്ടാണ്, അതുകൊണ്ട് സിയാൽ എന്നും. സമുദ്രം എന്ന് പറയുമ്പോൾ സാമാലെ സീമ, അതായത് സിലിക്കയും മഗ്നീഷ്യവും കൂടി ചേർന്നിട്ടാണ് ഉണ്ടായിരിക്കുന്നത്, അതുകൊണ്ട് അതിനെ സിമ എന്നും പറയുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് മാൻഡിൽ വരുന്നു. മാൻഡിൽ എന്ന് പറയുമ്പോൾ അതിനെ തന്നെ നമ്മൾ ഉപരി മാൻഡിൽ എന്നും അധോ മാൻഡിൽ എന്നും തിരിച്ചിട്ടുണ്ട്. ഉപരി മാൻഡിൽ എന്നും അധോ മാൻഡിൽ എന്നും തിരിച്ചിട്ടുണ്ട്. 40 കിലോമീറ്റർ കഴിഞ്ഞിട്ട് പിന്നെ 2900 കിലോമീറ്റർ വരെ, 40 കിലോമീറ്റർ മുതൽ 2900 കിലോമീറ്റർ വരെയാണ് എന്ത്? മാൻഡിൽ വ്യാപിച്ചു കിടക്കുന്നത്. ഈ മാൻഡിലിന്റെ ഉപരിഭാഗം സിലിക്കൺ കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്, അതുകൊണ്ട് അതേപോലെ തന്നെ അതെന്താണ്? ഖരാവസ്ഥയിൽ തന്നെയാണ് കാണപ്പെടുന്നത്. എന്നാൽ അധോ മാൻഡിൽ എന്ന് പറഞ്ഞ ഭാഗം അർദ്ധ ദ്രാവകാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അർദ്ധ ദ്രാവകാവസ്ഥയിലാണ് അധോ മാൻഡിൽ കാണപ്പെടുന്നത്. ഇനി മാൻഡിൽ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഭാഗമാണ് കാമ്പ് എന്ന് പറയുന്നത്. കാമ്പിനെയും നമ്മൾ രണ്ടായി തിരിച്ചിരിക്കുന്നു, പുറക്കാമ്പെന്നും അകക്കാമ്പെന്നും. 2900 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ 2900 മുതൽ 6371 കിലോമീറ്റർ വരെ, 6371 കിലോമീറ്റർ വരെയാണ് കാമ്പ് വ്യാപിച്ചു കിടക്കുന്നത്. ഇതിൽ പുറക്കാമ്പും എന്ത് തന്നെയാണ്? അർദ്ധ ദ്രാവകാവസ്ഥയിൽ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ പുറക്കാമ്പിനെയും അധോ മാൻഡിലിനെയും കൂടി ചേർത്തുകൊണ്ട് നമ്മൾ അസ്തനോസ്ഫിയർ എന്ന് പറയും. ഈ അസ്തനോസ്ഫിയർ ആണ് നമ്മുടെ ലാവയുടെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് അല്ലെ. ലാവ എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അസ്തനോസ്ഫിയറിൽ നിന്നാണ്. അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന അധോ മാൻഡിലും പുറക്കാമ്പും കൂടി ചേർന്നിട്ടാണ് അസ്തനോസ്ഫിയർ രൂപം കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അകക്കാമ്പ്. അകക്കാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അത് കൂടിയ മർദ്ദം മൂലമാണ് ഇങ്ങനെ ഖരാവസ്ഥയിൽ കാണപ്പെടുന്നത്. അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 5000 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി അകക്കാമ്പ് ഉണ്ടായിരിക്കുന്നത് നിക്കലും ഫെറവും കൂടി ചേർന്നിട്ടാണ്. അത് നിക്കലും ഫെറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പ്. അപ്പൊ നിക്കലും ഇരുമ്പും കൂടി ചേർന്നിട്ടാണ്, അതുകൊണ്ട് അതിനെ നിഫെ എന്ന് പറയുന്നു. നിഫെ എന്ന് പറയുന്നു. പിന്നെ നമ്മൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ എക്സ്ട്രാ പറഞ്ഞത്, ഒന്ന് സമുദ്ര ഭൂവൽക്കം ബസാൾട്ട് ശിലകൾ കൊണ്ടാണ്. ആ സാൾട്ട് ഓർത്താൽ മതി, ബസാൾട്ട് ശിലകൾ കൊണ്ടാണ്. എന്നാൽ വൻകര ഭൂവൽക്കം ഏത് ശിലകൾ കൊണ്ടാണ്? ഗ്രാനൈറ്റ് ശിലകൾ കൊണ്ടാണ്. ഇതിന്റെ സാന്ദ്രത എന്ന് പറയുന്നതിലും വ്യത്യാസമുണ്ട്. സമുദ്ര ഭൂവൽക്കത്തിന്റെ സാന്ദ്രത എന്ന് പറയുന്നത് 3 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണെങ്കിൽ വൻകര ഭൂവൽക്കത്തിന്റെ സാന്ദ്രത എന്ന് പറയുന്നത് 2.7 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞത് വിച്ഛിന്നതകളെ കുറിച്ചാണ് അല്ലെ. വിച്ഛിന്നതകൾ എന്തൊക്കെ വിച്ഛിന്നതകളാണ്? കോൺ എവിടെ? മിസ്റ്റർ ഗുട്ടൻബർഗ് അല്ലെ. കോൺ എവിടെ? മിസ്റ്റർ ഗുട്ടൻബർഗ്. അതിൽ ഫസ്റ്റ് കോൺറാഡ് വിച്ഛിന്നത. കോൺറാഡ് വിച്ഛിന്നത എന്ന് പറയുമ്പോൾ സമുദ്ര ഭൂവൽക്കവും വൻകര ഭൂവൽക്കവും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗമാണ് കോൺറാഡ് വിച്ഛിന്നത. അത് കഴിഞ്ഞിട്ട് മിസ്റ്ററിലെ മൊഹറോവിസ് വിച്ഛിന്നത. മൊഹറോവിസ് വിച്ഛിന്നത എന്ന് പറയുമ്പോൾ ഭൂവൽക്കത്തെയും മാൻഡിലിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗമാണ് മൊഹറോവിസ് വിച്ഛിന്നത എന്ന് പറയുന്നത്. ഇനി അടുത്തത് മിസ്റ്ററിലെ ആർ എന്ന് പറഞ്ഞാൽ റിപ്പിറ്റീവ് വിച്ഛിന്നത അല്ലെ. റിപ്പിറ്റീവ് വിച്ഛിന്നത എന്ന് പറയുന്നത് ഉപരി മാൻഡിലിനെയും അധോ മാൻഡിലിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗമാണ് റിപ്പിറ്റീവ് വിച്ഛിന്നത എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഗുട്ടൻബർഗ് അല്ലെ. മിസ്റ്റർ ഗുട്ടൻബർഗ് വിച്ഛിന്നത എന്ന് പറയുന്നത് മാൻഡിലിനെയും കാമ്പിനെയും അല്ലെ. മാൻഡിലിനെയും കാമ്പിനെയും അല്ലെങ്കിൽ അധോ മാൻഡിലിനെയും പുറക്കാമ്പിനെയും എന്ന് ചോദിച്ചു കഴിഞ്ഞാലും എന്താണ്? ഗുട്ടൻബർഗ് വിച്ഛിന്നതയാണ്. പിന്നെ ഒരു വിച്ഛിന്നതയും കൂടി ഉള്ളൂ, അത് ലേമാൻ വിച്ഛിന്നതയാണ്. അത് പുറക്കാമ്പിനെയും അകക്കാമ്പിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ ലേമാൻ വിച്ഛിന്നത എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ഭൂമിയുടെ സ്ട്രക്ചർ, ഭൂമിയുടെ പാളികൾ നമ്മൾ കംപ്ലീറ്റ് ആയി പഠിച്ചു കഴിഞ്ഞു.
അടുത്തതായിട്ട് നമ്മൾ PSCയുടെ വിശേഷാൽ പതിപ്പിലുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ എല്ലാ ചോദ്യങ്ങളും പറയില്ല. നമ്മൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തതിന് പുറത്തുനിന്നുള്ള ചോദ്യങ്ങളാണ് പറയുന്നത്. പറയാത്ത കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. ഒന്നാമത്തെ ചോദ്യം, ബാഹ്യ സിലിക്കേറ്റ് പടലം എന്നറിയപ്പെടുന്ന ഭൂമിയുടെ ഭാഗം. ബാഹ്യ സിലിക്കേറ്റ്, അപ്പൊ സിലിക്കയാണ് അല്ലെ. സിലിക്ക ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? ഭൂവൽക്കത്തിൽ കൂടുതലുണ്ട്. അതേപോലെ തന്നെ ഉപരി മാൻഡിലും സിലിക്കയുണ്ട്. പക്ഷെ ബാഹ്യ സിലിക്കേറ്റ് ആണ്. ബാഹ്യ സിലിക്കേറ്റ് എന്ന പടലം എന്നറിയപ്പെടുന്ന ഭൂമിയുടെ ഭാഗം ഭൂവൽക്കം തന്നെയാണ്. അടുത്ത ചോദ്യം, ഭൂമിയുടെ വ്യാപ്തത്തിന്റെ എത്ര ശതമാനമാണ് ഭൂവൽക്കം? ഭൂമിയുടെ മൊത്തം വ്യാപ്തത്തിന്റെ എത്ര ശതമാനമാണ് ഭൂവൽക്കം? ഭൂവൽക്കം എന്ന് പറഞ്ഞാൽ വെറും 40 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അല്ലെ. മൊത്തത്തിൽ എത്രയുണ്ട്? 6371 വരെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഭൂവൽക്കം എന്ന് പറയുന്നത് 40 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വെറും 1% മാത്രമാണ്. ഭൂമിയുടെ വ്യാപ്തത്തിന്റെ എത്ര ശതമാനമാണ് ഭൂവൽക്കം? 1% മാത്രമാണ്. ഇനി ഇത് നമ്മൾ കേൾക്കാത്തൊരു ചോദ്യമാണ്, ഭൂമിയുടെ ജിയോയിഡ് ആകൃതിക്ക് കാരണം എന്താണെന്ന്. ഭൂമിയുടെ ജിയോയിഡ് ആകൃതിക്ക് കാരണം ഭൂഭ്രമണം ഫലമായുള്ള അഭികേന്ദ്ര ബലമാണ്. അഭികേന്ദ്ര ഫലമാണ്. ഭൂമിയുടെ ഭ്രമണം മൂലം അനുഭവപ്പെടുന്ന അഭികേന്ദ്ര ബലമാണ് ഈ ജിയോയിഡ് എന്ന ഷേപ്പിന് കാരണം. അപ്പൊ ഭൂമിയുടെ ഭ്രമണം മൂലമുള്ള അഭികേന്ദ്ര ബലമാണ് ഭൂമിയുടെ ജിയോയിഡ് എന്ന ആകൃതിക്ക് കാരണം. ഇനി ഭൂമിയുടെ ആകെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത്? ഇരുമ്പാണ്. അതായത് ആ ചോദ്യങ്ങൾ കൺഫ്യൂഷൻ വരരുത്. PSC ഇത് സ്ഥിരം ചോദിക്കാറുമുണ്ട്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത്? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത്? അതുപോലെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത്? ഇതുപോലെ തന്നെ ലോഹവും എടുത്ത് ചോദിക്കും. അപ്പൊ ഇതെല്ലാം കൂടി എത്ര പഠിച്ചാലും മിക്കവർക്കും ഇതെല്ലാം കൂടി കിടന്ന് കുഴഞ്ഞു പോകും. അപ്പൊ ഇത് തെറ്റാതിരിക്കാൻ വേണ്ടി ഒരു കോഡ് പറയാണ്, അറിയുന്നവർക്ക് വേണ്ടിയല്ല, അറിയാത്തവർക്ക് വേണ്ടി. അതായത് നമ്മൾ ഭൂമി എന്ന് പറയുന്നത് പോലെ ഭൂഫൻ എന്ന് പഠിച്ചാൽ മതി. ഭൂമി എന്ന് പറയില്ല, അതുപോലെ ഭൂഫൻ എന്ന് പഠിക്കാം. ഭൂഫൻ എന്ന് പറയുമ്പോൾ BO അല്ലെ. ഭൂഫന്റെ ഫസ്റ്റ് തന്നെ BOPHAN, അതാണ് സ്പെല്ലിംഗ്. അപ്പൊ BO എന്ന് പറയുമ്പോൾ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. BO അല്ലെ. B എന്ന് പറഞ്ഞാല് ഭൗമോപരിതലം, O എന്ന് പറഞ്ഞാൽ ഓക്സിജൻ. അപ്പൊ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിജൻ. അടുത്തത് PH അല്ലെ. PH എന്ന് പറയുമ്പോൾ പ്രപഞ്ചമാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം H, ഹൈഡ്രജൻ. ഇനി AN ആണ് അല്ലെ. A എന്ന് പറയുമ്പോൾ അന്തരീക്ഷവും, N എന്ന് പറയുമ്പോൾ നൈട്രജനും. അപ്പോൾ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം നൈട്രജൻ. അപ്പൊ നമ്മൾ മൂലകങ്ങളാണ് പറഞ്ഞത്. കോഡ് എന്താണ്? ഭൂഫൻ. ഭൂമി എന്ന് പറയുന്ന പോലെ ഭൂഫൻ. അപ്പൊ BO ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. പിന്നെ PH പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ. അടുത്തത് AN അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം നൈട്രജൻ. അപ്പൊ മൂലകം ക്ലിയർ ആയില്ലേ? ഇനി മൂലകത്തിന്റെ കാര്യത്തിൽ ഒരു സംശയം വരരുത്. ഇനി അടുത്തത് നമ്മൾ ലോഹം ചോദിക്കുകയാണെങ്കിൽ, ലോഹം ചോദിക്കുമ്പോൾ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലുമിനിയമാണ്. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലുമിനിയമാണ്. ഏകദേശം 8% അലുമിനിയമാണ് നമ്മുടെ ഭൗമോപരിതലത്തിൽ വരുന്നത്. നമ്മുടെ ഇതിന്റെ ഓക്സിജന്റെ അളവ് എന്ന് പറയുമ്പോൾ ഭൗമോപരിതലത്തിൽ 46%, സിലിക്കൺ എന്ന് പറയുമ്പോൾ ഏകദേശം 28%, അതേപോലെ അലുമിനിയം എന്ന് പറയുമ്പോൾ 8%. അപ്പൊ ഇതിൽ അലുമിനിയമാണ്. സിലിക്കൺ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞു നേരത്തെ, ലോഹം എന്ന് പറയാൻ സാധിക്കില്ല, ഉപലോഹം എന്നേ പറയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളെ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അലുമിനിയമാണ്. പക്ഷെ നമ്മുടെ ഭൂമിയുടെ പിണ്ഡം എന്ന് പറയുമ്പോൾ ഭൗമോപരിതലം അല്ലെങ്കിൽ ഭൂവൽക്കം മാത്രമല്ല അല്ലെ, മൊത്തം വരും. ഭൂമിയുടെ മൊത്തം പിണ്ഡമാണ് ചോദിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ഇരുമ്പ് പറയേണ്ടത്. ഇരുമ്പ്. അതേപോലെ തന്നെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇരുമ്പ് തന്നെയാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇരുമ്പാണ്. പക്ഷെ നമ്മളെ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള അല്ലെങ്കിൽ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അലുമിനിയമാണ്. മനസ്സിലായല്ലേ? ഇനി ഭൂമിയുടെ പിണ്ഡം എന്ന് പറയുമ്പോൾ ഭൂവൽക്കം മാത്രമല്ല വരുന്നത്, അതിൻ്റെ അടിയിലുള്ള മാൻഡിലും പുറക്കാമ്പും അകക്കാമ്പും എല്ലാം വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ അവിടെ ആൻസർ ഏറ്റവും കൂടുതലുള്ള ലോഹം എന്ന് പറയുന്നത് ഇരുമ്പാണ് പറയേണ്ടത്. ക്ലിയർ ആയോ? ഇനി അടുത്ത ചോദ്യം, വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗം. വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂമിയുടെ ഇങ്ങനെ പല പാളികളായി തിരിച്ചിട്ടില്ലേ, അതിൽ വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ ഭാഗം അല്ലെങ്കിൽ ഏറ്റവും വലിയ മണ്ഡലം ഏതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് മാൻഡിലാണ്. ഏറ്റവും കൂടുതൽ ഏതാണ്? മാൻഡിലാണ്. ഭൂമിയുടെ വ്യാപ്തത്തിന്റെ എത്ര ശതമാനമാണ് മാൻഡിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 84% മാൻഡിൽ. അപ്പൊ ഭൂവൽക്കം എന്ന് പറഞ്ഞാൽ വെറും 1% മാത്രമേ ഉള്ളൂ അല്ലെ. ഭൂവൽക്കം എത്രയാണ്? 1% മാത്രമേ ഉള്ളൂ. മാൻഡിൽ എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ്? 84% മാൻഡിൽ. മാൻഡിൽ എത്ര ശതമാനമാണ്? 84%.
അപ്പോൾ ഭൂവൽക്കം 1%, ഭൂവൽക്കം ഭൂമിയുടെ മൊത്തം വ്യാപ്തത്തിന്റെ 1%. മാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 84% അല്ലെ. അപ്പൊ പിന്നെ വരുന്ന ബാക്കി വരുന്ന കോർ എന്ന് പറയുന്നത് എത്ര ശതമാനമായിരിക്കും? 84 1 85. പിന്നെ ബാക്കി 15% അല്ല. അപ്പൊ നമ്മുടെ കോർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കാമ്പ് എന്ന് പറയുന്നത് 15%. അപ്പൊ ഭൂവൽക്കം എന്ന് പറയുന്നത് മൊത്തം വ്യാപ്തത്തിന്റെ 1%. മാൻഡിൽ എന്ന് പറയുന്നത് മൊത്തം വ്യാപ്തത്തിന്റെ 84%. നമ്മുടെ കോർ അല്ലെങ്കിൽ നമ്മുടെ കാമ്പ് എന്ന് പറയുന്നത് മൊത്തം വ്യാപ്തത്തിന്റെ 15%. വ്യാപ്തത്തിന്റെയാണ് പറയുന്നത്. ഇനി ഏറ്റവും വലിയ മണ്ഡലം ഏത്, ഏറ്റവും കൂടുതലുള്ള ഭാഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാൻഡിലാണ്. കാരണം അത് 84% ഉണ്ട്. ഇതിൽ ഈ കിലോമീറ്റർ ഒക്കെ നിങ്ങൾ എഴുതി വെച്ച് പഠിക്കണം, അത് അല്ലെങ്കിൽ മറന്നു പോകും. നമ്മൾ ആദ്യം പറഞ്ഞ ഭൂവൽക്കം 40 കിലോമീറ്റർ വരെയാണ്. അതിനുശേഷം പറഞ്ഞത് മാൻഡിൽ എന്ന് പറയുമ്പോൾ 40 മുതൽ പിന്നെ 2900 കിലോമീറ്റർ വരെയാണ് മാൻഡിൽ വരുന്നത്. അതിനുശേഷം കാമ്പ് എന്ന് പറയുമ്പോൾ 2900 മുതൽ 6371 കിലോമീറ്റർ വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള താപനില, ഭൂമിയുടെ കേന്ദ്രത്തിലുള്ള താപനില എന്ന് പറയുന്നത് 5000 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഭൂമിയുടെ ആരം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6371 വരെ. കാരണം കാമ്പ് എന്ന് പറയുന്നത് 6371 വരെയല്ലേ. അപ്പൊ സെന്ററിലേക്ക് എത്തി, ഏറ്റവും സെന്റർ ഭാഗത്തേക്ക് എത്തിയില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഭൂമിയുടെ ആരം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും 6371 കിലോമീറ്റർ തന്നെയാണ്. അടുത്ത ചോദ്യം, ഭൂമിയുടെ കാന്തിക വലയ രൂപീകരണത്തിന് കാരണമായ ഭാഗം ഏത്? നമുക്കറിയാലോ ഭൂമിയിൽ കാന്തിക വലയം ഉണ്ടെന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ ഈ കാന്തിക വലയ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള ഭൂമിയുടെ പാളി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാഹ്യ അകക്കാമ്പാണ്. അകക്കാമ്പിനുള്ളിൽ തന്നെ ബാഹ്യ അകക്കാമ്പ് എന്നതാണ് ഉത്തരം കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ആ ചോദ്യം കൂടി, ഭൂമിയുടെ കാന്തിക വലയ രൂപീകരണത്തിന് കാരണമായ ഭാഗം ബാഹ്യ അകക്കാമ്പ്. പുറക്കാമ്പല്ല പറഞ്ഞിരിക്കുന്നത്, അകക്കാമ്പിന്റെ തന്നെ ബാഹ്യഭാഗം, ബാഹ്യ അകക്കാമ്പാണ് ഈ കാന്തിക വലയ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള ഭാഗം. അപ്പൊ നമ്മൾ ഇതിൽ ബാക്കി എല്ലാ ചോദ്യങ്ങളും ഒരുവിധം നമ്മൾ പറഞ്ഞ ചോദ്യങ്ങൾ തന്നെയാണ്. പിന്നെ ചില ചോദ്യങ്ങൾ ഞാൻ ഇതിൽ വിട്ടിട്ടുണ്ട്. അതായത് വേറൊന്നുമല്ല, ഈ മൊത്തം മാൻഡിൽ സാന്ദ്രതയുടെ എത്ര ഭാഗമാണ്, കാമ്പ് സാന്ദ്രതയുടെ എത്ര ഭാഗമാണ്, മാൻഡിൽ ആരത്തിന്റെ എത്ര ശതമാനമാണ്, കാമ്പ് ആരത്തിന്റെ എത്ര ശതമാനമാണ്, പിന്നെ മഗ്നീഷ്യം ഓക്സൈഡ് എത്ര ശതമാനമാണ്, ഇങ്ങനെ കുറെ ശതമാനങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ എല്ലാ ശതമാനം കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയായി പോകും. കാരണം നമ്മളിത് ഒരുപാട് PSCക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല പഠിക്കുന്നത് അല്ലെ. ഒരുപാട് കാര്യം പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറെ വലിച്ചുവാരി പഠിച്ച് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ പ്രധാനപ്പെട്ടതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ ശതമാനം പഠിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. ഭൂവൽക്കം എന്ന് പറയുന്നത് മൊത്തം വ്യാപ്തത്തിന്റെ 1%. മാൻഡിലാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് തന്നെ മാൻഡിൽ എന്ന് പറയുന്നത് മൊത്തം വ്യാപ്തത്തിന്റെ 84%. പിന്നെ കാമ്പ് എന്ന് പറയുമ്പോൾ മൊത്തം വ്യാപ്തത്തിന്റെ 15%, കറക്റ്റ് ആയിട്ട് പറയണമെങ്കിൽ 15.6%. അപ്പൊ ഇതൊന്ന് പഠിച്ചു വെക്കുക. പിന്നെ അതേപോലെ തന്നെ നാം പറഞ്ഞല്ലോ, ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ ആണ്. ഓക്സിജൻ എന്ന് പറയുന്നത് ഏകദേശം 46% വരുന്നുണ്ട്. പിന്നെ ഉള്ളത് സിലിക്കൺ ആണ്. സിലിക്കൺ എന്ന് പറയുമ്പോൾ 28%. അതിനുശേഷം പിന്നെ അലുമിനിയം ആണ്. അലുമിനിയം 8%. ഇരുമ്പ് എന്ന് പറയുമ്പോൾ 5.63%. അപ്പൊ ഇതും നിങ്ങളുടെ മനസ്സിലൊന്ന് ഏകദേശം ധാരണ ഉണ്ടായിരിക്കണം. ബാക്കി എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഒരുവിധം ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ അടുത്ത് റീസെന്റ് ആയിട്ട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും നിർദ്ദേശങ്ങളോ എൻ്റെ ക്ലാസ്സിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് ഉപകാരപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിർത്തുന്നു. നന്ദി.